ഹലോ ആൻഡ് വെൽക്കം ടു അനന്ത IAS അക്കാഡമി. ജനുവരി 23 2026 കറണ്ട് അഫയേഴ്സ് അനാലിസിസ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ ഇന്ന് ഒരു പുതിയ ഒരു രീതിയിലാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ നമ്മുടെ ഡെയിലി എല്ലാ ദിവസവും ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് അനന്ത ക്രോണിക്കിൾ എന്ന് പറയുന്നത്. അനന്ത ക്രോണിക്കിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസിനെ എങ്ങനെ ഒരു UPSC റിലവന്റ് പ്രിപ്പറേഷനിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊരു UPSC റിലവന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ വായിക്കേണ്ടത് എന്ന അടിസ്ഥാനമാക്കിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ക്രോണിക്കിളാണ്. എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇറങ്ങുന്ന അനന്ത ക്രോണിക്കിൾ ഒരു UPSC ആസ്പിറന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. കാരണം ഈ ഒരു കറണ്ട് അഫയേഴ്സ് മാഗസിൻ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ജസ്റ്റ് എന്തൊക്കെയാണ് ന്യൂസ് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു പോകാതെ ആ ആർട്ടിക്കിളിന്റെ കോണ്ടെക്സ്റ്റ് മാത്രം പറഞ്ഞു വെക്കാതെ അതിന് മുകളിലേക്ക് അതിനകത്ത് പ്രിലിംസിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, എന്തൊക്കെയാണ് മെയിൻസിന് ആവശ്യമായിട്ടുള്ളത് എന്നിങ്ങനെ എല്ലാം വ്യത്യസ്തമായി എല്ലാം വൃത്തിയായി വളരെയധികം ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു മാഗസിൻ കൂടിയാണ് അനന്ത IASന്റെ ഡെയിലി അനന്ത ക്രോണിക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, വളരെയധികം എഫിഷ്യന്റ് ആയിട്ടുള്ള അനന്തയുടെ കണ്ടന്റ് ടീമാണ് ഇത് ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് ഇറക്കുന്നത്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ആയി ടൈമിൽ നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാഗസിൻ കൂടിയാണ് അനന്തയുടെ ക്രോണിക്കിൾ എന്ന് പറയുന്ന ഡെയിലി മാഗസിൻ. ഓക്കെ, സോ അപ്പൊ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് 18 പേജേ ഉള്ളൂ. അപ്പോ അതിൽ ഈ പറഞ്ഞതുപോലെ പക്ഷെ അനന്തയുടെ ക്രോണിക്കിൾ 20 പേജ് ഉണ്ടല്ലോ എന്നുള്ളൊരു കൺസേൺ നിങ്ങൾക്ക് വന്നേക്കാം. പക്ഷെ ഒരു ന്യൂസ് മാത്രമല്ല ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്രോണിക്കിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്രോണിക്കിൾ എടുക്കുന്നു, ഈ ന്യൂസ് എടുക്കുന്നു, ഇതിനകത്തുള്ള കീ ഹൈലൈറ്റ്സ് എടുക്കുന്നു, ദെൻ നമ്മൾ ഇതിനകത്തേക്കുള്ള ഒരു മെയിൻസ് പ്രിലിംസ് ഫോക്കസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ നോക്കണം, മെയിൻസ് ഫോക്കസ് ആയിട്ട് നമ്മൾ എന്തൊക്കെ അറിയണം, നമുക്ക് ആ ഒരു ടോപ്പിക്കിന്റെ A to Z. കാരണം ഒരു പേപ്പർ വായിക്കുമ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ട്രംപിന്റെ ഒരു ഗ്രീൻലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇപ്പൊ നിലവിൽ നടക്കുന്നത് ഗ്രീൻലാൻഡിൽ എന്ന്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് ന്യൂസ് പേപ്പറിൽ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂസ് വായിച്ച് മനസ്സിലാക്കൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മളുടെ അനന്ത ക്രോണിക്കിൾ വരുന്നത്. സോ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീമാണ് ഇതിന് പുറകിൽ നിന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് നമ്മളുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. നിങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഡെയിലി നടക്കുന്ന PYQ പോൾസ്, അതേപോലെ ക്വിസസ്, ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസസ്, ഇതെല്ലാം ഫ്രീ ആണ്. നിങ്ങൾ അത് യൂസ് ചെയ്യണം. കാരണം ഒരു UPSC ആസ്പിറന്റിന്റെ ജേർണിയിൽ ഏറ്റവും ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതേപോലെയുള്ള ആൻസർ റൈറ്റിംഗ് മൊഡ്യൂൾസ് എന്നൊക്കെ പറയുന്നത്. നമ്മളത് എത്രത്തോളം ഫ്രീ ആയിട്ട് കോസ്റ്റ് ഫ്രീ ആയിട്ട് ഇനീഷ്യേറ്റീവ് ആയിട്ട് നടത്തിയാലും ആളുകൾ അത് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും അതിൽ കയറി മാക്സിമം പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, സോ ഞാൻ ഡിലേ ആക്കുന്നില്ല. ഓൾറെഡി ഒരു 3 മിനിറ്റോളം സ്പെൻഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾസിലേക്ക് കിടക്കാം. നമുക്ക് നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 6 ആർട്ടിക്കിൾസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ എന്നത്തെയും പോലെ ഈ 6 ആർട്ടിക്കിൾസും 1/1 എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം നമ്മളെല്ലാവരും UPSC ആസ്പിറൻസ് ആണ്. നമ്മൾക്ക് ഇതിനൊക്കെ ഒരു ബേസിക് നോളജ് ഉണ്ട് എന്നുള്ളൊരു അസംഷൻ നമ്മൾ ആദ്യം തന്നെ വെക്കുകയാണ്. അതിന് മുകളിലേക്കാണ് നമ്മൾ ഡിസ്കഷൻ കൊണ്ടുപോകുന്നത്. സോ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് നോക്കാനുള്ളത് ബോർഡ് ഓഫ് പീസ് ആൻഡ് ഇന്ത്യസ് സ്ട്രാറ്റജിക് ഡൈലമ എന്ന് പറയുന്ന ന്യൂസ് ആണ്. സോ എന്താണ് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻ ആര് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വേൾഡ് ഇപ്പൊ വളരെയധികം ചർച്ചയിലായിക്കൊണ്ടിരിക്കുന്ന ദാവോസ് സബ്മിറ്റ്, ഇപ്പോ മദർ ഓഫ് ഓൾ FTAs എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇന്ത്യയുമായിട്ടുള്ള ഒരു യൂറോപ്യൻ EU FTA പ്ലാനിങ് ഉണ്ട് ഒരു വീഡിയോ ഒക്കെ വളരെയധികം വൈറലായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഡാവോസിൽ നടക്കുന്ന നമ്മുടെ എക്കണോമിക് ഫോറത്തിന്റെ സബ്മിറ്റ് വളരെയധികം റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് US എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു പുതിയ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതൊരു മൾട്ടിലാറ്ററൽ പീസ് ആൻഡ് കോൺഫ്ലിക്ട് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. ഒരു UN ഒക്കെ ഒരു ഏകദേശം ഒരു ക്യാരക്ടർ ഉള്ള ഒരു സാധനം. പക്ഷെ ഇതിനകത്ത് കോമഡി ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റുകൾ തുടങ്ങുന്ന ആള് തന്നെ അതിനെ ഒരു മാനേജ്മെന്റ് പ്ലാറ്റ്ഫോംസ് കൂടി കൊണ്ടുവരുമ്പോൾ
അതൊരു ഭയങ്കര ഒരു എന്താ പറയാ ഡിപ്ലോമാറ്റിക് ഐറണി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ ഒരു കാവ്യാത്മകമായിട്ടൊക്കെ വിളിക്കാം. സോ അപ്പോ ഇതിന്റെ മേജർ എയിം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഒരു ഇറ്റ് ഈസ് ദ ബോഡി അല്ലെങ്കിൽ ദ ബോഡീസ് പൊസിഷൻ ആസ് പാർട്ട് ഓഫ് phase 2 ഓഫ് ദ ഗാസ പീസ് പ്രൊപ്പോസൽ എയിംഡ് അറ്റ് സസ്റ്റൈനിങ് ദ ഇസ്രായേൽ ഹമാസ് സീസ്ഫയർ. ഓക്കെ, ആൻഡ് മാനേജിങ് പോസ്റ്റ് കോൺഫ്ലിക്ട് ഗവർണൻസ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ഇൻ ഗാസ. ഇപ്പൊ ഗാസയിലെ റീകൺസ്ട്രക്ഷനും അതായത് ഇപ്പോൾ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ആ ഒരു ഗാസ പീസ് പ്രൊപ്പോസലിലേക്ക് നീങ്ങണം. അതേപോലെ ഒരു പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ US ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇന്ത്യ ആബ്സെന്റ് ആയിരുന്നു, അതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരുന്നു, ഇന്ത്യക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ ഇന്ത്യ ആബ്സെന്റ് ആയിരുന്നു. കാരണം ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ കറന്റ് US ഇന്ത്യ റിലേഷൻ കുറച്ച് ഡിസ്റ്റർബൻസിലാണ്. അപ്പൊ അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കണം ഒരുപക്ഷെ നമ്മൾ ആബ്സെന്റ് ആവുന്നത്. ഒരിക്കലും ഡിപ്ലോമസിയെ കുറിച്ച് കമന്റ് ചെയ്യാനായിട്ട് ഞാൻ ആളല്ല, കാരണം അതിനകത്ത് ഒരുപാട് ന്യൂവാൻസസും അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് പ്രാക്ടിക്കൽ റിയാലിറ്റി നമ്മൾ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ എന്തുകൊണ്ടാണ് ഇന്ത്യ ആബ്സെന്റ് ആയത് എന്ന് ഇതുവരെ ആർക്കും പറഞ്ഞിട്ടില്ല. ദെൻ അത് പുറത്തു വരുമായിരിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിവേസ്, നമുക്കിപ്പോ നോക്കേണ്ടത് ഈ എന്താണ് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത്. അപ്പൊ ബോർഡ് ഓഫ് പീസിന്റെ ഒരു ഇന്റൻഡഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സീസ് ഫയർ എത്രയും പെട്ടെന്ന് ഒരു ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്ലോബൽ ഗവേണൻസ് അറേഞ്ച്മെന്റ്സ് എല്ലാം ഒന്ന് ഫാസ്റ്റ് ആക്കണം. ഒരു ഹ്യൂമാനിറ്റേറിയൻ ആംഗിളിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു അജണ്ടയുടെ പുറത്താണ് ഈ ബോർഡ് ഓഫ് പീസ് എൻവിഷൻ ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് ഇതിനകത്ത് ഏറ്റവും എന്നത്തെയും പോലെ നമ്മൾ കുറേയും നിങ്ങൾക്ക് വായിക്കാനായിട്ട് സെൽഫ് റീഡബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് വായിക്കുക. ഇതിനകത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ്, പ്രിലിം സ്പെസിഫിക്കും മെയിൻ സ്പെസിഫിക്കും ആയിട്ടുള്ള സംഗതികൾ എന്താണെന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ വാട്ട് ഈസ് ബോർഡ് ഓഫ് പീസ് എന്നുള്ളൊരു റീസെന്റ് ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ, ബോർഡ് ഓഫ് പീസ്, എ ടേം റീസെന്റ് സീൻ ഇൻ ന്യൂസ്, ഈസ് റിലേറ്റഡ് ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇറ്റ് ഈസ് എ പ്രൊപ്പോസ്ഡ് ഇന്റർനാഷണൽ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ബോഡി ഔട്ട്സൈഡ് ഫോർമൽ UN ആർക്കിടെക്ചർ. ഓക്കെ, ദെൻ എന്താണ് ഇന്റേണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്, ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്. ഓക്കെ, ഒരു സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ റഫ ബോർഡർ ക്രോസിംഗ്. ഓക്കെ, റഫ ബോർഡർ ക്രോസിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ലൊക്കേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ന്യൂസ് അനാലിസിസിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ലാസ്റ്റ് ഒരു പ്ലേസസ് ന്യൂസ് എടുക്കുക എന്നുള്ളൊരു രീതിയാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ക്രോണിക്കൽ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അപ്പൊ ഈ റാഫ ബോർഡർ ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈജിപ്തിനും ഗാസയ്ക്കും ഇടയിലുള്ള ഏക ഒരു ക്രോസിംഗ് അല്ലെങ്കിൽ ഒരു പാസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതാണ് ഈ പറഞ്ഞിട്ടുള്ള റാഫ ബോർഡർ ക്രോസിംഗ് എന്ന് പറയുന്നത്. ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ ആൻഡ് പലസ്തീൻ ഇൻഡിപെൻഡന്റ് സോവറിൻ സ്റ്റേറ്റ് ആയിട്ട് എൻവിഷൻ ചെയ്യുന്ന പോളിസീനെ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒരു സൊല്യൂഷനെ പറഞ്ഞിരിക്കുന്ന പേരാണ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് പ്രിലിംസിന് ചോദിച്ചേക്കാം. ദെൻ UN പീസ് കീപ്പിംഗ്. നമുക്കറിയാം, നമ്മൾ ഇന്ത്യയാണ് UN പീസ് കീപ്പിംഗ് ഏറ്റവും കൂടുതൽ ആളുകളെ സംഭാവന ചെയ്യുന്നത്. അപ്പൊ UN പീസ് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, നമ്മുടെ US വേണ്ടിയിട്ട്, US പീസ് കീപ്പിംഗ് അല്ല, UN പീസ് കീപ്പിംഗ് ആണ്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഓരോ പീസ് മിഷൻസിന് വേണ്ടിയിട്ടുള്ള യൂണിഫോം ഫോഴ്സിനെയാണ് നമ്മൾ US പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവര് GNSCയുടെ മാൻഡേറ്റിലാണ് വരുന്നത്. ഓക്കെ, then ഇവര് operate under the principles of consent, impartiality and non-use of force except in self defense എന്നുള്ള രീതിയിലാണ്. ഒരു പെർട്ടിക്കുലർ രാജ്യത്തിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടോ ഒരു സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടോ ഒരിക്കലും വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ അല്ല പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. പീസ് കീപ്പിംഗ് ഫോഴ്സ് ഒരു കൺസെന്റ് ഓറിയന്റഡ് ആയിട്ടും ഇമ്പാർഷ്യൽ ആയിട്ടും വർക്ക് ചെയ്യുന്ന ഒരു UN മാൻഡേറ്റ് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, സോ ഇതൊക്കെയാണ്, ഈ ഒരു ടേമുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മേജർലി ഈ ന്യൂസിൽ നിന്നും ഒരു പ്രിലിംസ് ലൈനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ നമുക്ക് ഒരു എന്താ പറയാ, ഇപ്പൊ നമ്മൾ കറന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഹമാസ് ആൻഡ് ഗാസ അല്ലെങ്കിൽ നമ്മുടെ ഇസ്രായേൽ ഇഷ്യൂ വളരെയധികം ടെൻഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ വേൾഡിലെ ഒരു വെസ്റ്റേൺ ഏഷ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു റീജിയൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കെയോസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രീൻലൻഡിലെ കെയോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യ ഉക്രൈൻ പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ ഇപ്പൊ വെനിൻസുലയിലെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാഡ്, സുഡാൻ, അതേപോലെ തന്നെ നമ്മളുടെ ഗുനിയ പോലുള്ള രാജ്യങ്ങളിലും പ്രോബ്ലംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഒരു നോൺ സ്റ്റേറ്റ് ആക്ടറിന്റെ ഇന്റർഫിയറൻസും
അതേപോലെ തന്നെ പലപ്പോഴും ഒരു തേർഡ് സ്റ്റേറ്റിന്റെ ഇന്റർഫിയറൻസ്, ഒരു വേൾഡ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇന്റർഫിയർ ചെയ്യും. സപ്പോസ് ഇപ്പോൾ അർമേനിയ അസർബൈജാൻ കോൺഫ്ലിക്ട് നടക്കുമ്പോൾ റഷ്യയുടെ ഇന്റർഫിയറൻസും, അതേപോലെ തന്നെ റഷ്യ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസ് നടക്കുമ്പോൾ അതിൽ ചൈനയുടെ ഇൻവോൾവ്മെന്റും ഒക്കെ ഈ പറഞ്ഞ ഒരു തേർഡ് പാർട്ടി നോൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്റ്റേണൽ സ്റ്റേറ്റ് ആക്ടറിന്റെ ഒരു ഇൻവോൾവ്മെന്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ ഓരോ രാജ്യങ്ങളും അവരുടേതായ രീതിയിൽ കോൺഫ്ലിക്റ്റുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇന്ത്യ പോലുള്ള രാജ്യത്തിന്റെ ഒരു വികസിത് ഭാരത് ആസ്പിറേഷൻ 2047 വരികയാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും ഐഡിയോളജീസിനെ മാത്രം വിശ്വസിച്ചുകൊണ്ടോ ഐഡിയോളജിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും ഒരു സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റിനെ മുൻനിർത്തി ഒരു റിയൽ പൊളിറ്റിക് ഗെയിം കളിച്ച് തന്നെ വേണം നമുക്ക് ഓരോ കാര്യങ്ങളിലേക്ക് പോകാനായിട്ട്. ഇപ്പൊ നമ്മള് US-ന്റെ റിലേഷൻ, ഇന്ത്യയുടെ റിലേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് 2.0 വരവോട് കൂടിയിട്ട് വളരെയധികം ഡിറ്റോറിയേറ്റിംഗ് ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതില് നമുക്ക് ഇനി എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ള സിറ്റുവേഷനിലേക്കാണ് വേൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അൺസർട്ടനിറ്റിക്ക് കാരണം എന്താണ്? ആ ഒരു കാരണത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്താണ്? അല്ലെങ്കിൽ എല്ലാം പ്രിവെന്റ് ചെയ്യാൻ പറ്റുമായിരുന്ന UN അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഐക്യരാഷ്ട്ര സംഘടന എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? എന്തുകൊണ്ട് ഇന്റർഫിയറൻസ് ചെയ്യുന്നില്ല? അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോ അതിന്റെ ഒരു റിഫോർമേഷൻ അല്ലെങ്കിൽ ഒരു മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷന്റെ ഫെയിലിയർ ആയിട്ട് വേണമെങ്കിൽ ഇപ്പൊ നടക്കുന്ന ഗ്ലോബൽ കോൺഫ്ലിക്റ്റിനെ നമുക്ക് കാണാം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവരുത് എന്ന അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഐക്യരാഷ്ട്ര സംഘടന എന്ത്, എവിടെ, എങ്ങനെ എന്നുള്ള ഒരു രീതിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ വളരെയധികം ഹെൽപ്ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ ഒരു റിഫോർമേഷന്റെ റിക്വയർമെന്റ് ആണ്. ആ റിഫോർമേഷനിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ പാർട്ടിസിപ്പേഷൻ വളരെ വലുതാണ്. അപ്പോൾ അതിന് നമ്മൾ നോക്കുമ്പോൾ ഇതേപോലത്തെ ഓരോ പീസ് പ്രപ്പോസൽസും ഓരോ ഈ പറഞ്ഞിട്ടുള്ള കോൺഫ്ലിക്ട് സോണുകളിലെ റെസൊല്യൂഷൻസിന് വേണ്ടിയിട്ടും ഇന്ത്യയുടെ പാർട്ടിസിപ്പേഷനും റോളും വളരെ വലുതാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാസയിലേക്കൊക്കെ ഏകദേശം 70 ടണ്ണോളം മെഡിസിൻസ് ആണ് ഇന്ത്യ സപ്ലൈ ചെയ്തത്. ഒരു വിശ്വഗുരു എന്നതിന് ആ ഒരു വാക്കിൽ നിന്നും ഒരു വിശ്വമാത എന്നുള്ളൊരു രീതിയിലേക്ക് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. മദർ ഓഫ് ഓൾ നേഷൻസ്. ആ ഒരു പ്രൊട്ടക്ഷനിലൂടെയും ലവിലൂടെയും കെയറിലൂടെയും ഓരോ രാജ്യത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ഇന്ത്യ ഇടപെട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തെടുക്കാൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു വേളയിൽ ആശംസിക്കുകയാണ്. ഓക്കെ, ദെൻ ഈ ഒരു ലൈനിൽ നമുക്ക് നമ്മുടെ അടുത്ത ഇതിലേക്ക് പോവാം. സെക്കൻഡ് ന്യൂസിലേക്ക് കിടക്കാം. സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് ഗ്രേറ്റ് നിക്കോബാർ മെഗാ പ്രോജക്ട് ആൻഡ് ട്രൈബൽ ലാൻഡ് റൈറ്റ്സ് ആണ്. ഇപ്പോൾ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട് അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യൽ ജസ്റ്റിസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഡെവലപ്മെന്റിൽ ഇപ്പൊ നമ്മൾ GS4 എടുക്കുമ്പോൾ അല്ലെങ്കിൽ GS3 എടുക്കുമ്പോൾ GS2ലും ഇപ്പോൾ അത് വന്നു തുടങ്ങി. നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഗ്രോത്ത് ഉണ്ട് അല്ലെ? ഒരു രാജ്യം കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോത്ത് വരുന്നു. ആ ഗ്രോത്തിലേക്ക് എല്ലാ പെർ ക്യാപിറ്റ പാർട്ടിസിപ്പേഷൻ വളരെയധികം കൂടുന്നു. അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് ഒരു ഇൻക്ലൂസീവ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് വളരെയധികം അത് ഇൻക്ലൂസീവ് ആവുന്നു. അപ്പൊ ഈ ഒരു പോയിന്റിൽ സംഭവിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ഗ്രോത്തിനെ ഒരു ഡെവലപ്മെന്റ് ആക്കി എടുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 7 മുതൽ 8% വരെയാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ ഗ്രോത്ത്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആവേണ്ടത് എന്താണ്? ഇതിന്റെ ഒരു ഇൻക്ലൂസീവ്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഓർത്തിട്ടാണ്. അപ്പോ ആ ഒരു ആംഗിൾ അവിടെ നിൽക്കട്ടെ. അതിന് മുന്നേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം, എപ്പോഴും ഇപ്പൊ കാൾ മാക്സ് പറയുന്നത് എന്താണ്? കാൾ മാക്സ് പറയുന്നത് ഒരു മാൻ അയാളുടെ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അയാൾ എക്സ്പ്ലോയിറ്റേഷൻസിലൂടെയാണ് പ്രൊഡക്ഷൻ തുടങ്ങുന്നതെന്ന് പറയാം. ആദ്യം അയാൾ നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, പിന്നീട് അയാൾ ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആദ്യം നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. GS4ലും ഒക്കെ നമ്മൾ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡെവലപ്മെന്റ് ഓർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഡെവലപ്മെന്റ് വേണോ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ വേണോ? ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഒരു കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സുകളും അതേപോലെ തന്നെ എമിഷൻ സ്റ്റാൻഡേർഡുകളും ക്ലൈമറ്റ് ചേഞ്ചിനെതിരെയുള്ള ഓരോ എഫേർട്ടും ഒക്കെ മൊബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ പോലെ ഒരു ഡെവലപ്മെന്റൽ ആസ്പിറേഷൻ ഉള്ള ഒരു രാജ്യം എങ്ങനെ അതിന്റെ എൻവയോൺമെന്റൽ കൺസേൺസിനെ അഡ്രസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഡെവലപ്മെന്റിലേക്ക് എത്തും എന്നുള്ളതിന്റെ എന്ന് സൂചിപ്പിക്കുന്ന എന്നുള്ള ഒരു കൺസേണിന്റെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട് എന്ന് പറയുന്നത്.
ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ടോട്ടൽ ആയിട്ടുള്ള ആൻഡമാന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ. ഇപ്പോ ഗലത്തിയ ബേയും പെമയ ബേയും നഞ്ചപ്പ ബേയും എല്ലാം അവരൊക്കെ അഫക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള ഡെവലപ്മെന്റ്, ഒരു പോർട്ടും അതേപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടും പവർ പ്ലാന്റുകളും ടൗൺഷിപ്പുകളും എല്ലാമാണ് ഇതിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. പക്ഷെ മേജർ ക്വസ്റ്റ്യൻ വരുന്നത് ഇതിനെല്ലാം താങ്ങാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ആൻഡമാൻ ഐലൻഡിൽ ഉണ്ടോ എന്നുള്ളതാണ്. ആൻഡമാൻ ഐലൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ബേ ഓഫ് ബംഗാളിൽ വരുന്ന ഏറ്റവും മനോഹരമായ ഐലൻഡുകളിൽ ഒന്നാണ്. ഒരുപാട് PVTGs ഉള്ള ഒരു സ്ഥലമാണ് ആൻഡമാൻ ഐലൻഡ്. നമുക്ക് പ്രിലിംസിന് വേണമെങ്കിൽ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, ആൻഡമാനിലുള്ള എല്ലാ ട്രൈബൽ ഗ്രൂപ്പുകളും PVTGs ആണോ എന്നുള്ളത്. അല്ല, എക്സെപ്ഷൻസ് ഉണ്ട്. സ്റ്റിൽ അവിടെ സെന്റനലീസ് ഉണ്ട്, നിക്കോബാറീസ് ഉണ്ട്, പിന്നെ അവിടെ ഈ പറഞ്ഞിട്ടുള്ള പല പല ആൻഡമനീസ് ഉണ്ട്, ഒറാങ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ വളരെയധികം എന്താണ് ഒട്ടും ഒരു മെയിൻ സ്ട്രീം സൊസൈറ്റി ആയിട്ട് അധികം അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേഷൻ സംഭവിച്ചിട്ടുള്ള ആളുകളല്ല. അവരുടെ ലൈഫ് സ്റ്റൈലിനെ ത്രെറ്റൻ ആവും എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിലെല്ലാമാണ് ഈ ഒരു പ്രൊജക്റ്റിനെ ഒരു നെഗറ്റീവ് ഇംപ്ലിമെന്റേഷനിൽ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കൺവോട്ടേഷനിൽ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു മൂവ്മെന്റ് ആണ്, ഒരു സസ്റ്റൈനബിലിറ്റിക്കുള്ള ഒരു മൂവ്മെന്റ്. ആ സസ്റ്റൈനബിലിറ്റിയിൽ ഡെവലപ്മെന്റ് ഒരിക്കലും കോംപ്രമൈസ്ഡ് ആവാൻ പാടില്ല. ആ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ നടക്കാൻ പാടില്ല. ഈ ഒരു സിമിലർ ഓറിയന്റേഷനിൽ വേണം നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ന്യൂസിനെ വായിക്കാനായിട്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് വായിക്കാം, ഒരുപാട് വാല്യൂ അഡീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കും ലീഗൽ ഫ്രെയിംവർക്കും ഒക്കെ വളരെ മനോഹരമായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. SAനെ കുറിച്ച് പറയുന്നുണ്ട്, FRAനെ കുറിച്ച് പറയുന്നുണ്ട്, ഇമ്പാക്ട് അസസ്മെന്റ് IIA കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കാം. നമ്മളുടെ കൺസേൺ പ്രിലിംസ് ഫോക്കസ്ഡ് ആയിട്ടുള്ളത്, മെയിൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രിലിംസിന് നമുക്ക് എങ്ങനെ ആവശ്യം വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡമാന്റെ ജോഗ്രഫിനെ കുറിച്ചിട്ടായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക. നമ്മൾ അതിന്റെ PYQ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 1-2 വർഷങ്ങൾക്ക് മുന്നേ, എനിക്ക് കറക്റ്റായിട്ട് ഓർക്കാൻ പറ്റുന്നില്ല ഏത് വർഷമായിരുന്നു എന്നുള്ളത്, ഗ്രേറ്റ് ആൻഡമാനും നിക്കോബാറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ചാനൽ ഏതാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിന്റെ ആൻസർ 10 ഡിഗ്രി ചാനലാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞൊരു പോയിന്റ്, അതായത് എല്ലാ ട്രൈബൽസും UPSCയെ സംബന്ധിച്ചിടത്തോളം ഒരു ഓവർ ജനറലൈസേഷൻ കൊണ്ടുവന്ന് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഇടുന്ന ഒരു സ്റ്റൈലുണ്ട്. പക്ഷേ ഈ ആൻഡമാന്റെ കാര്യം ആയതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അത് എസ് അടിച്ചേക്കാം. എല്ലാ PVTGസും അല്ല, എല്ലാ ട്രൈബൽസും PVTGs ആണോ എന്നുള്ളൊരു ചോദ്യം വന്നേക്കാം. അപ്പൊ ഈ PVTG എന്ന് പറയുമ്പോഴത്തേക്കും അത് വേറൊരു ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷനിലേക്ക് നമുക്ക് പോകണം. ലേബർ കമ്മീഷനെ കുറിച്ച് പറയണം, ക്രൈറ്റീരിയാസ് ഫോർ സെലക്ടിങ് PVTGs ഒക്കെ പറയണം. അപ്പോൾ അതോടെ നിൽക്കട്ടെ, നമുക്ക് ഇപ്പോൾ ഫോക്കസ് ആൻഡമാൻ ആണ്. അപ്പോൾ ഈ ആൻഡമാന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വോൾക്കാനോസിനെ കുറിച്ച് പറയണം. സബ്മറൈൻ മൗണ്ടെയിൻസ് ആണ്, സബ്മറൈൻ ഐലൻഡ്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള ആൻഡമാൻ മൗണ്ടെയിൻസ് എന്ന് പറഞ്ഞു, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് നാർക്കൊണ്ടം എന്ന് പറയുന്നത് ഒരു ഡോർമെന്റ് വോൾക്കാനോയാണ്. അതേപോലെ ആക്റ്റീവ് ആയിട്ടുള്ള ബാരൻ വോൾക്കാനോ ഉണ്ട്. ഇത് നമ്മൾ നോക്കണം. ഇതൊക്കെ ആയിരിക്കാം ഒരു മെയിൻസിന് അല്ലെങ്കിൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഈ പ്രൊജക്റ്റിനെ പറ്റി ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യൻ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു എന്താ പറയാ, ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് വളരെ കൂടുതലുള്ള ഒരു ഐലൻഡ് ആണ്. വളരെ പ്രോക്സിമിറ്റി ഉണ്ട് മലാക്ക സ്ട്രേറ്റുമായിട്ട്. മലാക്ക സ്ട്രേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ ചൈനയുടെ ഏകദേശം 60 to 70% ഓഫ് ദ ട്രേഡ് നടക്കുന്നത് ഈ മലാക്ക സ്ട്രേറ്റിലൂടെയാണ്. അവിടെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള ആൻഡമാൻ ആൻഡ് നിക്കോബാറിലെ പ്രസൻസ് എന്ന് പറയുന്നത്, അവിടുത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഡെഫിനറ്റ്ലി ഒരു സെക്യൂരിറ്റി ആംഗിൾ ഇതിനുണ്ട്. അപ്പോൾ തേർഡ് ആംഗിൾ കയറി വന്നിരിക്കുകയാണ്. ഡെവലപ്മെന്റ് വരുന്നു, സെക്യൂരിറ്റി ആംഗിൾ കയറി വരുന്നു, ദെൻ എൻവയോൺമെന്റൽ ആംഗിൾ കയറി വരുന്നു. അപ്പൊ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും എന്നുള്ളത് ആ ഗവൺമെന്റ് ഓഫ് ദ ഡേ ആണ് കൂടുതൽ ഡിസൈഡ് ചെയ്യുക. എനിവേസ്, അപ്പൊ ഇത് നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ദെൻ ലെതർ ബാക്ക് ടർട്ടിലുകളുടെ ഒരു നെസ്റ്റിംഗ് ഗ്രൗണ്ട് കൂടിയാണ് ഈ ഗലത്തിയ ബേ എന്ന് പറയുന്നത്. ഇപ്പോൾ ലെതർ ബാക്ക് ടർട്ടിൽസുകളെ കുറിച്ച് പറയുവാണെങ്കിൽ ഷെഡ്യൂൾ 1 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഇത് വരുന്നത്. ഇതിന്റെ ബ്രീഡിംഗ് സീസൺ ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും കോൺക്രീറ്റിംഗ് ഒക്കെയാണ് നടക്കുന്നതെങ്കിൽ ആ ജീവികളുടെ ലൈഫും ത്രെറ്റഡ് ആവും. അത് ഉണ്ടാവാതെ നോക്കണം. നമുക്കറിയാം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ കാര്യത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണ് രാജസ്ഥാൻ ഗവൺമെന്റ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മളുടെ ഡിസ്കോംസ്, അതായത് പവർ സപ്ലൈ ലൈൻസിലെല്ലാം തട്ടി അത് ഒരുപാട് മരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഈ ലെതർ ബാക്ക് ടർട്ടിൽസും ഫേസ് ചെയ്താൽ ഇതും ഒരു എക്സ്റ്റൻഷനിലേക്ക് മാറാം, അല്ലെങ്കിൽ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രോസസ്സ് പ്രോപ്പറായിട്ട് തന്നെ ഫിനിഷ് ചെയ്യാം. സോ ഇതാണ് നമുക്ക് പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് നോക്കാനുള്ളത്. മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഇത്ര നേരം സംസാരിച്ച ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ കുറച്ച് കീവേഡ്സ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റൽ ജസ്റ്റിസ്, എൻവയോൺമെന്റൽ സ്റ്റുവാർഡ്ഷിപ്പ് ഒക്കെ നമുക്ക് എഴുതണം. ഇതൊക്കെ നമുക്ക് GS4 എഴുതാൻ പറ്റുന്ന കുറച്ച് ടേമുകളാണ്. ദെൻ ഡിസാസ്റ്റർ ഇൻഡ്യൂസ് ഡിസ്പ്ലേസ്മെന്റ്, ദെൻ അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി, ഇങ്ങനെ കുറച്ച് കീവേഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നമുക്ക് അടുത്തതായിട്ട് നോക്കാനായിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് മലേറിയ ആയിട്ട് റിലേറ്റഡ് ആണ്. മലേറിയ എലിമിനേഷൻ പ്രൊജക്റ്റുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ വേൾഡ് മലേറിയ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് അതിൻ്റെ ബേസിസിൽ മലേറിയനെ കുറിച്ച് കുറച്ച് ഫാക്ട്സ് നോക്കണം. പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കാം. മെയിൻസിന് നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കോട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ നമുക്ക് ആദ്യം തന്നെ ഇന്ത്യയുടെ ഒരു മലേറിയ എലിമിനേഷൻ പ്ലാനിനെ കുറിച്ച് വരാം. സോ നാഷണൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 0 ഇൻഡിജീനിയസ് മലേറിയ കോസസ് ബൈ 2027 എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ 2026 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ് തന്നെയായിരിക്കും ഈ മലേറിയ ന്യൂസ് എന്ന് പറയുന്നത്. കാരണം നെക്സ്റ്റ് ഇയറിൽ അതിൻ്റെ ഒരു ഇൻഡിജീനിയസ് മലേറിയ കേസസ് എലിമിനേറ്റ് ചെയ്യണം, 0 ആക്കണം എന്നുള്ളൊരു വാദം ഒക്കെ നിൽക്കുന്നുണ്ട്. ദെൻ അതേപോലെ we need to reduce the sharp reduction in cases and deaths since 2015. അത് അച്ചീവ്മെന്റ് ആയിട്ടാണ് പറയുന്നത്. ഇറ്റ്സ് ഓൾറെഡി റെഡി, വി ആർ ഏബിൾ ടു റെഡ്യൂസ് ഇറ്റ്. ദെൻ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഈ ഡ്രഗ് റെസിസ്റ്റൻസ് ഒരു പ്രശ്നമാണ് മലേറിയയുടെ കേസിൽ. ആർട്ടിമിസിനിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതൊരു ഗ്ലോബൽ ത്രെറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഈ മലേറിയക്ക് കൊടുക്കുന്ന മരുന്നിൽ ഈ പറഞ്ഞതുപോലെ അതൊരു റെസിസ്റ്റന്റ് കാണിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇഷ്യൂല്. ദെൻ നമുക്ക് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഗവൺമെന്റിന്റെ ഇനീഷ്യേറ്റീവ്സ് ആണ്. നാഷണൽ ഫ്രെയിംവർക്ക് ഫോർ മലേറിയ എലിമിനേഷൻ, ഓക്കെ, ദെൻ നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, ഹൈ ബർഡൻ ടു ഹൈ ഇമ്പാക്ട് അപ്രോച്ച്, ദെൻ APLMAK സ്കീം സപ്പോർട്ട്, WHO certification, formal process for malaria-free status based on sustained zero indigenous cases. ദെൻ നമുക്കൊരു പ്രിലിംസ് ഫോക്കസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ മലേറിയ എലിമിനേഷൻ ഏത് ഇയറിലാണ്? 2027 നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞു. ദെൻ ഇതൊരു പാരസൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു പാരസൈറ്റ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം വിവാക്സ് എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ദെൻ ഇത് ഈ പറഞ്ഞിട്ടുള്ള ഒരു 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 കൊതുക് വഴി ഒക്കെ നമുക്ക് വരുന്ന ഒരു ഇതാണ്. അപ്പോൾ അനഫിലിസിസ് സ്റ്റെഫൻസി എന്ന് പറയുന്ന ഒരു വെക്ടർ വഴിയാണത് പരത്തുന്നത്, അത് സ്പ്രെഡ് ആവുന്നത്. സോ ഇതെല്ലാമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത് മലേറിയയുടെ കുറച്ച് ഫാക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, സോ ദെൻ നമുക്ക് ഈ പറഞ്ഞതുപോലെ കുറേ ന്യൂസസ് വേറെയും ഉണ്ട്. ഏകദേശം ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്തൊരു അനാലിസിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് വായിക്കുകയാണെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒരു എന്താ പറയുക ഒരു റീഡിങ്ങിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുക. നമ്മുടെ ചാനലിൽ ഇത് അവൈലബിൾ ആണ്, ഫുൾ പേജ്. ഞാനിതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വേർഡ് ടു വേർഡ് എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾക്കോ എനിക്കോ പ്രത്യേകിച്ച് ഗുണമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യുക, ഇതിൻ്റെ പ്രിന്റ് ഔട്ട് എടുക്കുക, ഡെയിലി നിങ്ങളിത് വായിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്രയും ദിവസത്തെ കറണ്ട് അഫയേഴ്സ് അനാലിസിസിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് ഞങ്ങൾ ആഡ് ഓൺ ചെയ്ത് തരേണ്ടതുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം. ഓക്കെ, സോ ഞാൻ സമയം കളയുന്നില്ല, ഒന്നുകൂടി പറയുന്നു, ഇത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വായിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാഗസിൻ ആണിത്. ഓക്കെ, സോ താങ്ക് യു ഫോർ ലിസണിങ്.